ശരിക്കും പറഞ്ഞാൽ കല്യാണം കഴിഞ്ഞ് 6 വർഷമായി. അപ്പോൾ ഈ 6 വർഷവും ഞങ്ങൾ കൂടുതൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് നമ്മുടെ ഫ്യൂച്ചറിൽ ഒരു വീടിനെ കുറിച്ചാണ്. അപ്പം ചർച്ചയിൽ എപ്പോഴും നമ്മൾ സംസാരിക്കുന്നത് എങ്ങനത്തെ ഒരു വീടായിരിക്കണം അല്ലെങ്കിൽ എങ്ങനെ ആവണം. അപ്പോൾ ആ ഒരു ഞങ്ങളുടെ ഒരു ഡ്രീമാണ് ഇന്നിപ്പം നിങ്ങൾ കാണുന്ന ഞങ്ങളുടെ വാംലൈറ്റ് ഈ ഒരു വീട്. ഞങ്ങളുടെ ഒരു സ്വപ്നമായിരുന്നു, ആ സ്വപ്നമാണ് ഇന്ന് യാഥാർത്ഥ്യമായത്. നമുക്കൊരു കൺവെൻഷണൽ അല്ലെങ്കിൽ നോർമലായിട്ട് കെട്ടാതെ നമുക്ക് എങ്ങനെ ഇതിൽ ലാഭം ഉണ്ടാകും, ലാഭത്തിൽ ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ പിന്നെ ചിന്തിച്ച ഒരു മെയിൻ കാര്യം. അപ്പോൾ അതിൽ നമുക്ക് വന്ന ഒരു ഐഡിയ അല്ലെങ്കിൽ നമ്മൾ റെഫർ ചെയ്തപ്പോൾ കിട്ടിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റീൽ സ്ട്രക്ചർ അല്ലെങ്കിൽ പ്രീഫാബ് ഹോം എന്നുള്ളൊരു കോൺസെപ്റ്റ് നമ്മൾ ഒരുപാട് സ്റ്റഡി ചെയ്തു. അങ്ങനെയാണ് നമ്മൾ ഒരു സ്റ്റീൽ സ്ട്രക്ചറിൽ നമുക്ക് ചെയ്യാം, അതാകുമ്പോൾ നമുക്ക് ലാഭിക്കാൻ പറ്റും, നമ്മുടെ ബഡ്ജറ്റ് ഒരുപാട് കുറയ്ക്കാൻ പറ്റും എന്നുള്ളൊരു ഇതിലോട്ട് എത്തിയത്. എൻ്റെ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള സ്ഥലമാണ്. പ്രത്യേകിച്ച് വൈകിട്ടും രാവിലെയൊക്കെ വന്നിരിക്കാൻ നല്ല അടിപൊളിയാണ്. സൺറൈസും അതുപോലെ സൺസെറ്റും നമുക്ക് ഇവിടെ ഇരുന്ന് നല്ലപോലെ എൻജോയ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ വന്നവർക്ക് ഒരുപാട് പേർക്കും ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, ഈ ഒരു സ്പോട്ട് ഇഷ്ടപ്പെട്ടു. ഒരുപാട് എന്താണ് നല്ലൊരു പോസിറ്റീവായിട്ടൊരു കമൻസ് ഒക്കെ പറഞ്ഞായിരുന്നു. പിന്നെ നമുക്കൊരു നിർബന്ധം ഉണ്ടായിരുന്നു, അതായത് വീട്ടിൽ തടിയുടെ ഉപയോഗം കൂടുതൽ കുറയ്ക്കുക. അത് എന്താ പറയുക, നമ്മൾ നേച്ചർ ലവർ അങ്ങനെ ഒരു ലെവലൊന്നും അല്ല, പക്ഷേ സ്റ്റിൽ നമുക്ക് തടിയിൽ നമുക്ക് ഫീൽ ചെയ്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ട്രോപ്പിക്കൽ ക്ലൈമറ്റിന് തടി വികസിക്കുകയും ചുരുങ്ങുകയും ചെയ്യുന്നതുകൊണ്ട് തന്നെ ആ ഒരു പ്രശ്നം നമ്മൾ താമസിച്ച മിക്ക വീട്ടിലും അത് വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ നോക്കിയപ്പോൾ നമ്മൾ വിചാരിച്ചു തടി ഒഴിവാക്കാം, കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കാം. അങ്ങനെ ആക്ച്വലി നമ്മുടെ വീട്ടിൽ തടി എന്ന് പറഞ്ഞ സംഭവം സ്ട്രക്ചറിൽ വന്നിട്ടേ ഇല്ല. നമുക്ക് ഈ ഒരു ഫർണിച്ചേഴ്സ് വന്നിട്ടുണ്ട്. അതിൽ നമുക്ക് നമ്മൾ ഡോറിനാണെങ്കിലും വിൻഡോസിനൊക്കെ ചൂസ് ചെയ്ത ഒരു സംഭവം എന്ന് പറഞ്ഞാൽ UPVC ആണ്. നമുക്കിത് നമ്മളിപ്പം ഇത് സജസ്റ്റ് ചെയ്തപ്പോഴും ഡിആർടെക് സജസ്റ്റ് ചെയ്തപ്പോഴും നമുക്ക് UPVC നമുക്ക് വലിയ പരിചയമില്ലാത്തൊരു കാര്യമായിരുന്നു. പക്ഷേ ഇതിൻ്റെ ഒരു എന്താ പറയുക ഫിനിഷും അതിൻ്റെ ഒരു ക്വാളിറ്റിയൊക്കെ മനസ്സിലാക്കിയപ്പോൾ നമ്മൾ ഇതിൽ ഫിക്സായി. നെക്സ്റ്റ് ശരിക്കും പറഞ്ഞൊരു കോമൺ ടോയ്ലറ്റ് വേണമെന്നുണ്ട്. പക്ഷെ നമുക്ക് ഈ സ്ഥല പരിമിതി ഒരു വലിയ കാര്യമാണ്. അപ്പം അതിൽ എങ്ങനെ നമുക്ക് ഒരു ക്യൂട്ടായിട്ടുള്ള ഒരു ടോയ്ലറ്റ് ചെയ്യണം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അതും നമ്മൾ എന്താ പറയുക യൂറോപ്യൻ സ്റ്റൈൽ തന്നെ നമ്മൾ എടുത്തു. കാരണം വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു ഗസ്റ്റിന് എന്ന് പറയുന്ന ഒരു ഹോളിൽ അല്ലെങ്കിൽ അവരുടെ ഒരു പാത്തിൽ അവരൊരു സ്റ്റെയറിൻ്റെ അടിയിൽ ഒരു ചെറിയ സിമ്പിളായിട്ടുള്ള ഒരു ടോയ്ലറ്റ് കൊടുക്കും. അപ്പോൾ ഇവിടെ നമുക്ക് എന്താ പറയുന്നത് കുളിക്കാനുള്ള ഒരു കാര്യങ്ങളൊന്നുമില്ല, ജസ്റ്റ് ടോയ്ലറ്റ് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഭയങ്കര സിമ്പിളായിട്ട് എന്നാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള രീതിയിലൊരു വിക്ടോറിയൻ സ്റ്റൈലിലാണ് അതും ചെയ്തിട്ടിരിക്കുന്നത്. പിന്നെ നമ്മുടെ ഒരു ലിവിങ് സ്പേസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമുക്ക് TV ഏരിയ അല്ലെങ്കിൽ നമ്മുടെ ഡൈനിങ് ഏരിയ, അതിനൊരു സെപ്പറേഷൻ എന്നുള്ളത് സത്യം പറഞ്ഞാൽ ഈ ഒരു സ്റ്റെയർസാണ്. അത് ആക്ച്വലി ഈ ഒരു സ്റ്റെയർ നമ്മൾ ഡിസൈൻ ചെയ്ത സമയത്ത് നമ്മൾ പറഞ്ഞു ഇതായിരിക്കണം പാർട്ടീഷൻ വേണ്ടത്. കാരണം നമ്മുടെ മനസ്സിൽ ആ ഒരു കോൺസെപ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഈ ഒരു സ്റ്റെയറിൽ ഇങ്ങനെ ഒരു സ്റ്റെയർ, അതായത് നടുക്ക് കൂടെ ഒരു സ്റ്റെയർ, നമുക്ക് ഇവിടെ കൂടെ വഴി ഒരു നടക്കാനുള്ള ഒരു സ്റ്റെയർ. അപ്പോൾ ഒരു പാർട്ടീഷനുമായി. എന്നാൽ ഈ വീടിൻ്റെ ഇൻറ്റീരിയറിന് ഇത് ഭയങ്കര വലിയൊരു എലമെൻ്റായി മാറി. എന്നുവെച്ചാൽ എക്സ്ട്രാ നമുക്ക് വേറെ എലമെൻറ്റ്സ് ഒന്നും വേണ്ട, ഇത് തന്നെയാണ് ഒരു ഭയങ്കര ഒരു എലമെൻ്റായിട്ട് മാറി. അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം, നമ്മുടെ ഈ വുഡൻ ടെക്സ്ചറിൽ പെയിൻ്റ് അടിച്ച ഒരു ചേട്ടനുണ്ട്. പുള്ളി ഭയങ്കര എക്സ്പേർട്ടാണ്, അത് പറയാതിരിക്കാൻ പറ്റില്ല. ഭയങ്കര നീറ്റായിട്ട് പക്ക ഫീൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതുപോലെ നമ്മളിതിൽ ഫുൾ യൂസ് ചെയ്തിരിക്കുന്നത് വുഡ് നമ്മൾ യൂസ് ചെയ്തിട്ടില്ല, ഗ്രാനൈറ്റ്. അത് ഒരു കരിങ്കല്ലിൻ്റെ ഒരു ഫീല് തോന്നിക്കുന്ന രീതിയിലുള്ള ഗ്രാനൈറ്റാണ്. അത് ഞങ്ങൾക്ക് നല്ലൊരു കളക്ഷനും കിട്ടിയതുകൊണ്ട് ഞാൻ ഇതൊരിടത്തും കണ്ടിട്ടില്ല. ആ കടയിൽ ഒരു മൂലയ്ക്ക് ഇരിക്കുന്ന കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പം ഈ ഒരു ഭയങ്കര ഒരു ഗ്രിപ്പ്, നമുക്കിപ്പം ഒട്ടും തന്നെ നമുക്ക് സ്ലിപ്പാവാത്ത രീതിയിൽ ഗ്രിപ്പുണ്ട്. അപ്പം ഇത് ആക്ച്വലി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഈ ഒരു ഗ്രാനൈറ്റ് ഒരു വെറൈറ്റി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അപ്പം ഇതാണ് ഞങ്ങളുടെ കിച്ചൺ. ആക്ച്വലി ഈ ഒരു കളർ തീം തന്നെ നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്നത് വൈറ്റ് ആൻഡ് ഗ്രീൻ, പിന്നെ പിങ്ക്, ചിലയിടത്ത് പിങ്കിൻ്റെ ഒരു കോമ്പിനേഷൻ, പിന്നെ ഒരു ബ്ലൂവിൻ്റെ, ഇതൊക്കെയാണ് നമ്മൾ മിക്സ് ചെയ്താണ് ഈ ഒരു വീടിൻ്റെ മൊത്തം നമ്മൾ കളർ ചെയ്തിരിക്കുന്നത്. പിന്നെ ഇത് പറയുകയാണെങ്കിൽ പൊതുവേ നമ്മളെല്ലാവരും പറയുമല്ലോ ഇത് നമ്മളുടെ പെണ്ണുങ്ങളുടെ സാമ്രാജ്യമാണെന്ന്. പക്ഷേ ഇത് പെണ്ണുങ്ങളുടെ സാമ്രാജ്യമല്ല, എൻ്റെ ഇച്ചായൻ്റെ സാമ്രാജ്യമാണ്. കാരണം ഇച്ചായനാണ് മെയിനായിട്ട് കുക്ക് ചെയ്യുന്നത്. ഞാൻ ചെറിയ ചെറിയ ഡിഷസ് ഉണ്ടാക്കുന്നതല്ലാതെ മെയിൻ ഷെഫ് എന്ന് പറയുന്നത് ഇച്ചായനാണ്. അപ്പം ഇത് ഇച്ചായൻ്റെ സാമ്രാജ്യമാണ്. ഞാനിത് തന്നിരിക്കുകയാണ്, ഹാൻഡ് ഓവർ ചെയ്തിരിക്കുകയാണ്.
അതുപോലെ തന്നെ നമ്മുടെ ഇൻറ്റീരിയറിൽ വന്നിരിക്കുന്ന പല കാര്യങ്ങളും നമ്മൾ കൊടുത്തിരിക്കുന്നത് ബ്രാസിൻ്റെ ഒരു കളറിലാണ്. അപ്പോൾ ഇപ്പം നമ്മൾ ഈ കിച്ചണിൽ കൊടുത്തിരിക്കുന്ന ഈ ടാപ്പ് തന്നെ ഒരു എന്താ പറയുക ആൻറ്റിക് ആയിട്ടുള്ള ഒരു പീസാണ്. ഇത് നമ്മൾ മിക്ക സാധനങ്ങളും ഹാൻഡ് പിക്ഡ് ആണ്. ഇത് നമ്മൾ പോയി അലഞ്ഞ് തിരിഞ്ഞ് നമ്മൾ ഓരോ സ്ഥലത്തു നിന്ന് കണ്ടുപിടിച്ച് വാങ്ങിച്ച് കളക്ട് ചെയ്ത് വെച്ച സാധനങ്ങളാണ് കൂടുതലുള്ളത്. നെക്സ്റ്റ് ഞങ്ങളുടെ സ്റ്റുഡിയോ റൂമാണ്. ഇത് ആക്ച്വലി എനിക്ക് എൻ്റെ ഒരു ആഗ്രഹത്തെക്കാളും കൂടുതൽ അവിടെ എൻ്റെ ഇച്ചായൻ്റെ ആഗ്രഹമാണ്. എനിക്ക് എന്താ പറയുക, എനിക്ക് ഒരു ടീനേജ് പ്രായം തൊട്ടേ ഒരു മ്യൂസീഷ്യൻ അല്ലെങ്കിൽ മ്യൂസിക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം എൻ്റെ ഒരു ഡ്രീമായിരുന്നു നമുക്ക് ഡ്രംസൊക്കെ വയ്ക്കാനും ഗിത്താറൊക്കെ വയ്ക്കാനും. അങ്ങനെ ഒരു എന്താ പറയുക, ഒരു നമ്മുടേതായിട്ടുള്ള ഒരു റൂം, അല്ലെങ്കിൽ നമ്മുടെ പാഷന് വേണ്ടി മാത്രമായിട്ടൊരു റൂം. വേറെ പുറം ലോകമായിട്ട് ഒരു ടെൻഷനോ ഒന്നുമില്ല. പിന്നെ ഞാൻ ഒരു ഡ്രമ്മറാണ്. അപ്പോൾ ഈ ഡ്രംസ് നോർമൽ ഒരു നമ്മൾ വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര സൗണ്ടായിരിക്കും. അപ്പോൾ ഈ സ്റ്റുഡിയോ ആകുമ്പോൾ നമുക്ക് അതിൻ്റേതായിട്ടുള്ള സൗണ്ട് പ്രൂഫ് ആവും. അങ്ങനെ ഭയങ്കര ഡ്രീമായിരുന്നു. അതിപ്പം എന്താ പറയുക, സക്സസ്സിലോട്ട് എത്തി. അപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഏരിയ ആണ്. അതെ 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 അതായത് ഈ ഏരിയ ആക്ച്വലി ഇങ്ങനെ അല്ലായിരുന്നു. നമ്മൾ കൺസ്ട്രക്ഷൻ്റെ ഇടയിൽ കൂടെ നമ്മൾ പറഞ്ഞ് കുറേ മാറ്റിയാണ് ഇങ്ങനെ ആക്കിയത്. അതായത് ഇതൊരു സിമ്പിൾ കോറിഡോർ ഒരു ഏരിയ ആണ്. അതായത് നമുക്ക് ഒരു പാസേജ് ഏരിയ ആണ്. പക്ഷെ അതിന് നമ്മൾ പാസേജ് ഏരിയ ആണ്, അതിനെ നമുക്ക് കുറച്ചുകൂടെ ഭംഗിയാക്കാമല്ലോ എന്നുള്ള രീതിയിലാണ് ആക്ച്വലി നമ്മൾ ഒരു പേസ്റ്റൽ ബ്ലൂ ഷെയ്ഡ്, പിന്നെ അതുപോലെ ഈ ഒരു ഡിസൈൻ, ഇവിടുത്തെ ലൈറ്റും കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ ഒരു എന്താ പറയുക, ഒരു കുറച്ചുകൂടി ഇൻപുട്ട് ചെയ്തു. അതെ അതെ, കാരണം നമുക്കാണെങ്കിൽ ഇപ്പം ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു, നമ്മൾ വീഡിയോസ് ഒക്കെ എടുക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഇപ്പം ഫോട്ടോസ് എടുക്കാനാണെങ്കിലും അപ്പോൾ റീൽസ് എടുക്കാനൊക്കെ എവിടെയും ഒരു ഫ്രെയിം ഉണ്ടാവണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം അതൊരു ഫോട്ടോ ഫ്രെയിം പോലെ എല്ലായിടത്തും വരട്ടെ എന്ന് വിചാരിച്ചു. കാരണം വൈറ്റ് നമുക്ക് റിഫ്ലക്ഷൻ ഉണ്ടാവും. അപ്പം കുറച്ചൊരു പേസ്റ്റൽ കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഒരു എന്താ പറയുക, ഒരു എസ്തെറ്റിക് എന്നൊക്കെ നമുക്ക് പറയാമല്ല, അങ്ങനെ ഒരു ഫീൽ ഉണ്ടാവട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇവിടെ നമ്മളൊരു ഫ്ലവർ പോട്ടും കാര്യങ്ങളും കൊടുത്തു. അപ്പം നമുക്കൊരു ഇവിടെ ഫോട്ടോസൊക്കെ എടുക്കാനുള്ള ഒരു നല്ലൊരു സ്പോട്ടായിട്ട് ഇത് നമ്മൾ മാറ്റിയെടുത്തില്ല. ആക്ച്വലി ഇത് നമ്മുടെ 3D പ്ലാനിൽ ഇതൊരു വൈറ്റ് സിമ്പിളായിട്ടുള്ള ഒരു പാസേജ് ആയിരുന്നു. അതിനെയാണ് നമ്മളിങ്ങനെ ഒന്ന് കൺവേർട്ട് ആക്കിയത്. അപ്പോൾ നെക്സ്റ്റ് ഇത് എൻ്റെ സാമ്രാജ്യം എന്ന് വേണമെങ്കിൽ പറയാം. ഇതിൽ എന്താ പറയുക, ഫുൾ ആക്ച്വലി ഇന്ത്യയിൽ ചെയ്തിരിക്കുന്നത് ഞാൻ തന്നെയാണ് മെയിനായിട്ട് ഇതിൽ എല്ലാ സാധനങ്ങളും ചെയ്തിരിക്കുന്നത്. അപ്പം ഇതെല്ലാം ഹാൻഡ് പിക്ഡ് ആയിട്ടുള്ള സാധനം. ഒരു ശരിക്കും ഒരു ഇംഗ്ലീഷ് മൂവിയിൽ നമ്മൾ കാണുന്ന പോലത്തെ ഒരു ബെഡ്റൂം ആവണം ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോൾ അതുപോലെ ഞാൻ മാക്സിമം ശ്രമിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ളൊരു സ്റ്റീലിൻ്റെ തന്നെ ഒരു എന്താ പറയണത്, എങ്ങനെ നമുക്കിത് വേണമെങ്കിലും പറയാം, നമ്മുടെ മലയാളത്തിൽ പറഞ്ഞ ഒരു രാജാപ്പാട്ട പോലത്തെ ഒരു കട്ടിൽ, പിന്നെ ബെഡ് സൈഡ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് നല്ലൊരു എന്താ പറയുന്നത് ചേർന്ന് പോകുന്ന രീതിയിൽ ബെഡ് സൈഡ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതെല്ലാം നമ്മൾ എന്താ പറയുന്നത്, ഞാൻ പറഞ്ഞല്ലോ ഹാൻഡ് പിക്ഡ് ആയിട്ട് ഞാൻ നമ്മൾ ടൂറൊക്കെ പോകുമ്പം പല സ്ഥലങ്ങളിൽ നിന്ന് നമ്മൾ കളക്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, ഞാൻ ഫ്യൂച്ചറിൽ നമ്മുടെ വീട് ഇങ്ങനെ ആവണം എന്നൊക്കെ പറഞ്ഞ് ഞാൻ കളക്ട് ചെയ്ത സാധനങ്ങൾ കുറേ ഉണ്ട്. നെക്സ്റ്റ് ഇത് ഞാൻ പറഞ്ഞല്ലോ, ഓൾറെഡി ഞാൻ പറഞ്ഞത് എൻ്റെ സാമ്രാജ്യമാണ്. അപ്പം ഇത് എൻ്റെ ഒരു ഫേവറേറ്റ്, കാരണം എനിക്ക് മേക്കപ്പ് ഒക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇതെൻ്റെ ഒരു എന്താ പറയുക മേക്കപ്പ് ഏരിയ ആണ്. ഒരു വിക്ടോറിയൻ സ്റ്റൈൽ ഒരു മിററൊക്കെ കൊടുത്തു, എന്താ പറയുക ടേബിളും, അതുപോലെ തന്നെ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള മേക്കപ്പ് ഐറ്റംസ് ഒക്കെ വെച്ച് ഞാനിത് സെറ്റ് ചെയ്ത്. അപ്പോൾ ഇവിടെ നിന്ന് തന്നെ ആക്ച്വലി ഇന്ന് ഞാൻ ഇവിടെ നിന്ന് തന്നെയാണ് മേക്കപ്പ് ചെയ്ത്. അപ്പം ഇതാണ് എൻ്റെ ഒരു അടുത്തൊരു ഫേവറേറ്റ് ആയിട്ടുള്ളൊരു സ്ഥലം. അപ്പം നെക്സ്റ്റ് ആയോ, അടുത്ത സർപ്രൈസസ് തീർന്നിട്ടില്ല. അപ്പം ഇത് നിങ്ങൾ വിചാരിക്കും ഇത് ടോയ്ലറ്റ് ആണെന്ന്, പക്ഷെ ടോയ്ലറ്റ് അല്ല, ഇതൊരു വാക്കിംഗ് വാർഡ്രോബാണ്. എനിക്ക് തോന്നുന്നു മിക്ക ഗേൾസിനും ഒരു വലിയൊരു ഡ്രീമാണ് ഒരു വാക്കിംഗ് വാർഡ്രോബ്. അപ്പം ഞാനും അത് സ്വന്തമാക്കിയിരിക്കുകയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ ഒരു നമുക്ക് ഫുൾ. എനിക്കാണെങ്കിൽ ഡ്രസ് കളക്ഷൻസ് ഒക്കെ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പം അതിപ്പോൾ ഞാൻ ആക്ച്വലി എല്ലാം സെറ്റ് ചെയ്തിട്ടില്ല, എനിക്ക് ടൈം ഇല്ലാത്തതുകൊണ്ട് കുറച്ചേ ഞാൻ സെറ്റ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇത് മാക്സിമം എല്ലാം സെറ്റ് ചെയ്ത് എന്താ പറയുക, അങ്ങനെ ഇടയ്ക്ക് അതൊക്കെ എനിക്ക് എൻജോയ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഇത് എൻ്റെ ഒരു ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് ഈ ഒരു വാക്കിംഗ് വാർഡ്രോബ്. അത് കഴിഞ്ഞാൽ നെക്സ്റ്റ് നമുക്ക് വാഷ്റൂം പോകുന്നത്. അതും വിക്ടോറിയൻ സ്റ്റൈലിൽ തന്നെയാണ് ഈ വാഷ്റൂം ഫുള്ള് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പം ഇതെല്ലാം ഞാൻ പറഞ്ഞല്ലോ, ഓൾറെഡി പറഞ്ഞ കാര്യങ്ങളാണ്. എല്ലാം ഹാൻഡ് പിക്ഡ് ആയിട്ട് ഞാനും ഇച്ചാനും കളക്ട് ചെയ്ത സാധനങ്ങളാണ് ഇതിലെല്ലാം വച്ചിട്ടുള്ളത്.
ഇതെങ്ങനെയാണ് വെച്ചാൽ ഇത് ഞങ്ങളുടെ രണ്ടുപേരുടെ ഫേവററ്റ് ആയിട്ടുള്ള സ്ഥലമാണ്. പിന്നെ ഞങ്ങളുടെ 2 ഫ്രണ്ട്സ് ഉണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് ഹാങ് ഔട്ട് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ്. രാത്രി ചീട്ടൊക്കെ കളിച്ചിരിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ്. നല്ല വൈബ് പൊളി സ്ഥലമാണ്. പിന്നെ നിങ്ങൾക്ക് ഇതൊരു ഡിസ്റ്റർബൻസ് കേൾക്കുന്നുണ്ടാവും, പാട്ട്. അത് തൊട്ടപ്പുറത്ത് ഒരു അമ്പലമുണ്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് വൈബുള്ള എന്താ പറയുക ഇങ്ങനത്തെ സോങ്സും കേട്ട് നമുക്ക് അങ്ങനെ ചായ കുടിച്ച് നമുക്ക് ഇവിടെ ഇരിക്കാം. അപ്പോൾ അത് കേൾക്കുന്നുണ്ടാവും, നിങ്ങൾക്കും പാട്ട് കേൾക്കുന്നുണ്ടാവില്ലേ? അപ്പോൾ എങ്ങനെയുണ്ട് ഈ സ്ഥലം പറഞ്ഞു? വൈബ് സ്ഥലം, ഇവിടുത്തെ വൈബ് സ്ഥലം ഇതാണ്. ഇത് ഞങ്ങളുടെ രണ്ടുപേരുടെയും ഒരു ഫേവററ്റ് ആയിട്ടുള്ള ഒരു സ്പൈ. എനിക്ക് എല്ലാം ഫേവററ്റ് അല്ലേ ചായ? എല്ലാം ഫ്രെയിംസ് ആണ്, നമ്മൾ ഫ്രെയിം പോലെയാണ് എല്ലാം നോക്കി കണ്ട് ചെയ്തിരിക്കുന്നത്. ഇപ്പൊ വൈകിട്ടൊക്കെ ആകുമ്പോൾ നല്ല രസമാണ്. ഇവിടെ കാറ്റൊക്കെ ആയിട്ട് നമുക്ക് ചായ കൊണ്ടുവന്ന് ഇവിടെ ഇരുന്ന് കുടിച്ച് സെറ്റായിട്ട് ഇരിക്കാം അല്ലേ? മുമ്പ് ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു കാര്യം. എൻ്റെ ഡൗട്ട് എന്ന് പറഞ്ഞാൽ ഈ 4 സെൻറ്റിൽ ഞാൻ ഈ ആഗ്രഹിക്കുന്ന പോലത്തെ ഒരു വീട് വരുമോ എന്നുള്ളത് ഞാനപ്പം ക്രിസ്താസ് സാറിനോട് ഞാൻ ചോദിച്ചായിരുന്നു ഇങ്ങനെ ഒരു വീട് വെക്കാൻ പറ്റുമോ. അപ്പം എനിക്ക് കോൺഫിഡൻറ്റ് തന്നു. അതാണ് നമുക്കത് ഫിനിഷിങ് എങ്ങനെ ആവുന്നതല്ല, പക്ഷെ നമുക്കൊരു കോൺഫിഡൻ്റ് ഉണ്ട് നമുക്ക് ചെയ്യാൻ. അതെനിക്ക് ഡിയാടെക് തന്നു. 4 സെൻറ്റിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു വീട് പറ്റും, നിങ്ങൾക്ക് കോമ്പൗണ്ടൊക്കെ കിട്ടും, കാർ പാർക്കിംഗ് സൗകര്യം ഉണ്ട്. ഇതൊക്കെ നമുക്കൊരു ആദ്യമേ തന്നെ നമുക്കൊരു കോൺഫിഡൻറ്റ് ലെവൽ കിട്ടിയ ഒരു കാര്യങ്ങളാണ്. അപ്പം താങ്ക്സ് ടു ഡിയാടെക്, അത്രേ പറയാനുള്ളൂ അല്ലേ? അതെ.